സാറേ, പുതിയൊരു വാർത്ത വന്നിട്ടുള്ളത് ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ 3 ഹമാസ് നേതാക്കൾ കൊല്ലപ്പെട്ടു. അത് ഇസ്രായേൽ പറയുന്നത്, IDF പറയുന്നത്, ഞങ്ങൾ അവരെ ഉന്നം വെച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു, കാത്തിരിക്കുകയായിരുന്നു, കൈ കിട്ടാൻ വേണ്ടി, വ്യോമാക്രമണമൊക്കെ നടത്താൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു, വ്യോമ നിരീക്ഷണമൊക്കെ നടത്തി. അങ്ങനെ പ്രധാനപ്പെട്ട 3 മുതിർന്ന സൈനിക മേധാവികളെയാണ് അവർ ഇപ്പോൾ തെക്കൻ ഗാസയിലെ ആക്രമണത്തിൽ വധിച്ചിരിക്കുന്നത്. ഹമാസിൻ്റെ വ്യോമസേനാ തലവൻ സമീർ ഇസ്മായിൽ ഖാദർ, രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ തലവൻ ഒസാമ തബാഷ്, പിന്നെ അവരുടെ പ്രധാനപ്പെട്ട നേതാവ് ഐമാൻ നബൂബ്, ഇങ്ങനെ 3 പേരെയാണ് വധിച്ചിരിക്കുന്നത്. പക്ഷെ ഹമാസ് പറയുന്നത് തെക്കൻ ഗാസയിൽ 40 പേരെ. വേലിപ്പുള്ള പ്രവാഹനം കിട്ടിയില്ലല്ലേ? വേലിപ്പുള്ള പ്രവാഹനം കിട്ടിയില്ലല്ലേ? വേലിപ്പുള്ള പ്രവാഹനെ വേലിപ്പുള്ള പ്രവാഹനാണ് വല്ല സൻവാവ് ഏതല്ലേ? പുള്ളി വരുന്നില്ലല്ലോ. പിന്നെ അദ്ദേഹം ആ തുരങ്കത്തിനകത്ത് പൊട്ടുകൊമ്മനായിരുന്നു ഈ ശ്രീലങ്കൻ തമിഴ് ടൈഗേഴ്സിന്റെ ഇന്റലിജൻസ് ചീഫ്. പിന്നെ എന്തൊരു തമിഴനുണ്ടായിരുന്നു, പേരേ തമിഴെന്ന് പേരുള്ളൂ. അയാളായിരുന്നു ഇവരുടെ പൊളിറ്റിക്കൽ ഹെഡ്. കരുണ വേറെ, കാരണം ഇയാൾ റൈറ്റ് ഹാൻഡ് ആയിരുന്നു. ഇയാളെ പൊളിറ്റിക്കൽ ഹെഡ് ഉണ്ടായിരുന്നു. ഇയാളെ നോർവേ ബാലസിംഗം അല്ല, ബാലസിംഗം വേറെ. ഒരു തമിഴൻ, കുറച്ച് കറുത്ത് മെലിഞ്ഞിട്ട് മുണ്ട കൊടുക്കുന്ന ഒരാളാണ്. അയാളായിരുന്നു നോർവേ ആയിട്ടുള്ള ഇവരുടെ സംഭാഷണത്തിന് മൊത്തം ഇയാളായിരുന്നു പോയത്. തമിഴ് ശെൽവനോ അങ്ങനെ എന്തോന്ന് അയാളെ പേര്. അങ്ങനെയുള്ള ആളുകളാണ് ഇപ്പൊ മരിച്ചിട്ടുള്ളത്. ഇപ്പോൾ പ്രഭാകരൻ പുറത്താ. പ്രഭാകരൻ ഇവിടെ നമ്മൾ വ്യത്യാസം വെച്ചാൽ പ്രഭാകരൻ എവിടെ ഉണ്ട്, അതായത് ഹമാസിന്റെ ചീഫ് എവിടെ ഉണ്ടെന്ന് അവർക്ക് അറിയാം. അവിടെ വെച്ചിരിക്കുകയാണ്, ഓടിക്കാണ് ഈ പൂച്ച എലീനെ തട്ടി ഇല്ലേ. ഈ ഹമാസിന്റെ ഈ മൊസാദിന്റെ പ്രത്യേകത എന്ന് വെച്ചാല് മൊസാദ് നിങ്ങൾ വിചാരിക്കാത്ത സ്ഥലത്തൊക്കെ നൊഞ്ഞു കയറിയിട്ടുണ്ട്. കാരണം അത്രയും സ്ട്രോങ് ഇന്റലിജൻസ് വിങ് അവർ പടുത്തുയർത്തിയിട്ടുണ്ട്. അത് ആദ്യം ഉപയോഗിച്ചത് ബ്രിട്ടീഷ് ഇന്റലിജൻസ് വിങ്ങിനെയാണ്. അതിനുള്ളിൽ കൂടെ ബ്രിട്ടന്മായിരുന്നു ലോകത്തിന്റെ പകുതി ഭരിച്ചുകൊണ്ടിരുന്നത്. ഫ്രാൻസിന്റെ ഇന്റലിജൻസ് വിങ്, റഷ്യയുടെ KGB, അമേരിക്കയുടെ CIA, ഇതിനുള്ളിൽ എല്ലാവരും നൊഞ്ഞു കയറിയിട്ടുണ്ട്. ഇവരുടെ സോഴ്സസ് എന്ത് ചെയ്യും? ഇവരുടെ സോഴ്സസ് മൊസാദ് ഉപയോഗിക്കും. ഇനി മൊസാദിന് ഈ ജൂത കച്ചവടക്കാർ ലോകത്തിന്റെ അറിയപ്പെടുന്ന എല്ലാ മൂലയിലും എത്തിയിട്ടുണ്ട്. ഇപ്പൊ നമ്മളെ നാട്ടിൽ ഇപ്പം പോയിട്ടേ ഉള്ളൂ. പക്ഷെ അവർ അന്ന് ഉണ്ടാക്കി വെച്ച ലിങ്ക്സ് ഒക്കെ എപ്പോഴും വളരെ സ്ട്രോങ് ആണ്. അത് ഉപയോഗിച്ച് അവർ ഗാദർ ചെയ്യുന്ന ഇന്റലിജൻസ് ഇൻഫർമേഷൻ ഉണ്ട്. അത് ഈ പറഞ്ഞ MI6നും അതൊക്കെ അവർ കൊടുക്കുക. നമ്മളെ റോയലും ഒക്കെ അവർ കൊടുക്കും. നമ്മളെ റോയൽ പോലും ചിലപ്പോൾ മൊസാദിന്റെ ചാരനുണ്ടാവും, പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ നമ്മുടെ IB ഉണ്ടാക്കിയത് ബ്രിട്ടീഷുകാരാണ്. ബ്രിട്ടീഷുകാരുടെ അവർ നൊഞ്ഞു കയറിയിട്ടുണ്ട് ഇഷ്ടം പോലെ. അപ്പം നമ്മളെ IB ഓഫീസർമാരിൽ നിന്നാണ് ഉണ്ടാവുന്നത്. പക്ഷെ മൊസാദിന്റെ ചാരം നമുക്കൊരു ഭീഷണിയല്ല. കാരണം മൊസാദ് ഇന്ത്യ ആയിട്ടൊരു പ്രോബ്ലം ഇല്ല, അത് നമ്മൾ ഫ്രണ്ട്ലിയാണ്. പിന്നെ അമേരിക്കക്ക് നമ്മളെ രഹസ്യങ്ങൾ മറ്റും ചേർത്തി കൊടുത്തിട്ടുണ്ടെങ്കിലേ ഉള്ളൂ, അത് നമുക്കറിയില്ല. സാധാരണ ഇത് ചെയ്യാൻ സാധ്യതയില്ല. കാരണം ഈ ജൂതന്മാർക്ക് അവരുടെ ആ സമയത്ത് സഹായിച്ച ആളുകളോട് അവർക്ക് ഒരു സ്നേഹമുണ്ട്. സത്യത്തിൽ ഈ അറബികളോട് അവർക്ക് സ്നേഹം വേണ്ടതാണ്. ആ മധ്യകാലഘട്ടത്തിൽ ഉടനീളം ഇവരെ വേട്ടയാടിയപ്പോൾ ആ രീതിയിൽ ഇവരെ വേട്ടയാടാത്തൊരു വിഭാഗം അറബികളാണ്. പക്ഷെ അതില്ലാത്തതെന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരുടെയും ഒരേ പ്രദേശത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യുമ്പോൾ പിന്നെ ആ ബന്ധമൊക്കെ മറന്നു. സഹോദരന്മാർ നമ്മൾ യുദ്ധം ചെയ്യാറില്ല, ചെറിയൊരു പീസ് ഭൂമിക്ക് വേണ്ടി. അത് അതുപോലെ സംഭവിച്ചതാണ്. അപ്പോൾ ഇറാനിലെ സേഴ്സസ് ആണ് ഈ നബുക്കദ് നാസർ എന്ന് പറഞ്ഞിട്ടുള്ള ബാബിലോണിയൻ രാജാവ്. ഒരു അടിമകളായി ബാബിലോണിയൻ ബോണ്ട് അടിമകളായി ഇവർ പണ്ടേ ഭയങ്കര പ്രശ്നക്കാരാണ്, ആരെയും മൈൻഡ് ചെയ്യില്ല. ഇവർക്ക് മറ്റു രാജ്യങ്ങളെ ആക്രമിച്ച് കിടക്കുന്ന പ്രശ്നമില്ല. അവരുടെ ബൗണ്ടറി ഭയങ്കര പവർഫുള്ളാണ്. അവിടെ ആരെയും കയറാൻ അവർ സമ്മതിക്കില്ല. പിന്നെ ഒരു നല്ല കച്ചവടക്കാരാണ്. അപ്പോൾ ലോകത്തെല്ലാവരും ഭയങ്കര പ്രോഫിറ്റ് ഇവരുണ്ടാക്കും. അപ്പോൾ നബുക്കദ് നാസറിന് ഇവരെ ഇഷ്ടമില്ലായിരുന്നു. നബുക്കദ് നാസർ അവരെ പിടിച്ചുകൊണ്ട് ബാബിലോണിയൻ ബോണ്ട് എന്ന് പറയും. ആ നബുക്കദ് നാസർ പിടിച്ചുകൊണ്ട സമയത്ത് അവിടെ തിരിച്ചയാളായി രക്ഷപ്പെടുത്തിയ സേഴ്സസ് ആണ്, ഇറാൻ രാജാവാണ്. ഇറാൻകാരോട് അവർക്ക് ഒരു ചരിത്രപരമായിട്ട് നല്ല ബന്ധമുള്ളതാണ്. പക്ഷെ അവിടെ ഇറാന് ഷാ ആയിരുന്ന സമയത്ത് ഇവർ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിരുന്നു. ഇപ്പോൾ ഇറാനിയൻ ഭരണകൂടമായിട്ടാണ് അവർക്ക് പ്രശ്നം. അങ്ങനെ ഒരു വ്യത്യാസമാണ്. ഞാൻ ജൂതന്മാരെ പറ്റി പറയാണ്, ഇവന്മാർ ഒരിക്കലും തമ്മിൽ ഇണങ്ങില്ല, തിരുന്നര അടിച്ചുകൊണ്ടിരിക്കും. ഇപ്പൊ പിന്നെ ആരെയും കിട്ടില്ല, പരസ്പരം യുദ്ധം ചെയ്യും. ഇതൊക്കെ ശരിയാണ്, ഇതൊക്കെ ജൂതന്മാരുടെ സ്വഭാവമാണ്. ഇത് കുറെ അറബികൾക്കും കിട്ടിയിട്ടുണ്ട്. ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഇത് കുറവാണ്. കൂടുതൽ അറബികളുടെ ഇടയിലും ജൂതന്മാരുടെ ഇടയിലും സ്വഭാവം കൂടുതലുള്ളത്. അപ്പം അങ്ങനെ ആണെങ്കിൽ അവർക്ക് ഇങ്ങനെ ഒരു കാര്യമുണ്ട്, ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ട് നമ്മളോടൊക്കെ. അതുകൊണ്ടാണ് ഇന്ത്യൻ എല്ലാ കാലത്തും അവർ പൊളിറ്റിക്കലായിട്ട് ലക്ഷ്യമുണ്ട് എങ്കിൽ പോലും നമ്മൾ ആ ഒരു ഏറ്റവും നിർണായക ഘട്ടത്തിൽ അവരെ ഭയങ്കര ഏറ്റവും പ്രൊമോട്ട് ചെയ്ത് നമ്മളാണ്. അതിൻ്റെ ഒരു വലിയ സ്നേഹം നമ്മളോട്. പിന്നെ നമ്മൾ അവരായിട്ട് എവിടെ ഒരു തർക്കമല്ല. എവിടെ ഒരു ഇസ്ലാമിക രാജ്യമൊക്കെ വന്നു കഴിഞ്ഞാൽ അവർ നമ്മളൊരു തർക്കം ഉണ്ടാവുള്ളൂ. പിന്നെ RSS പണ്ടേ അവർ സ്വീകാര്യരാണ്. അപ്പം
നമ്മളിതൊക്കെ പറയാൻ കാരണം അവരുടെ ഇന്റലിജൻസ് വിങ്ങിന്റെ ഒരു ശക്തി കാണിക്കാൻ വേണ്ടി പറയാൻ വേണ്ടിയിട്ടാണ്. അത്രയും സ്ട്രോങ് ഇന്റലിജൻസ് വിങ് ആണ് അവർക്ക്. ഇവരൊക്കെ അവരുടെ പിന്നെ എന്താ പറയുക ലെൻസിന്റെ അടിയിലുണ്ട്. പിന്നെ ഒന്ന് അമർത്തേണ്ട സമയത്ത് ഒന്ന് അമർത്തി കൊടുക്കുന്നതാണ്. പണ്ട് രാവണൻ ശിവനെ വെല്ലുവിളിച്ചില്ലായിരുന്നു, ശിവനൊക്കെ കേട്ടുകൊണ്ടിരുന്നിട്ട് അവസാനം ചവിട്ടി കൈലാസത്തിന് അമർന്നുപോയി രാമനെ കൈയും കാലൊക്കെ അമർന്നുപോയി. കയ്യാനോ രാവണൻ അമർന്നുപോയി കാലാന്ന് തോന്നുന്നു. അപ്പം പിന്നെ രാവണൻ അവിടെ നിന്നാണ് മറ്റേ പാട്ടുപാടി അദ്ദേഹത്തെ ശിവനെ പിന്നെ പ്രീതിപ്പെടുത്തി അവിടുന്ന് രക്ഷപ്പെട്ടു പോവുകയും സമ്മാനമായിട്ട് ആയുധങ്ങളൊക്കെ കിട്ടുകയും ചെയ്യുന്നുണ്ട്. അപ്പം അതുപോലെയാണ് ഇവരെ കാര്യം. ഇവർ ശിവനെ പോലെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഓരോരുത്തരും തട്ടേണ്ട സമയത്ത് അവർ തട്ടും. എനിക്കിതിൽ അത്ഭുതമൊന്നുമില്ല. ഇല്ല, നമുക്കത് ഇന്റർനാഷണൽ പൊളിറ്റിക്സും ഇന്റലിജൻസിനെ പറ്റിയൊക്കെ ധാരണ ഉള്ള ആളുകൾക്ക് അവർക്ക് ഇതൊന്നും ഒരു അത്ഭുതമായിരിക്കില്ല. ഇവിടെ അങ്ങനെ അല്ലല്ലോ ചില ആളുകൾ പറയുന്നത്. എന്ത് നേരെ തിരിച്ചല്ലേ പറയുന്നത്, തകർക്കുന്നു ഇസ്രായേൽ തീരുന്നു ഇസ്രായേൽ. ഇവിടെ അവരുടെ സ്വപ്നമല്ലേ ചില അല്ല. രണ്ട് കാര്യമുണ്ട്. അത് പലതും ചിലരൊക്കെ ആത്മാർത്ഥമായിട്ട് തന്നെ പറയുന്നതാണ്. കാരണം അവർക്ക് അവർ ഫീഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത് അങ്ങനെയാണ്. ചില ചർച്ചകളൊക്കെ ഉണ്ട്, ചില പത്രങ്ങൾ മാത്രം വായിച്ചാൽ ഇസ്രായേലിൽ നിന്ന് എന്താ എളുപ്പം പോകാവുന്ന രാജ്യമാണ്, അറബി രാജ്യങ്ങൾ നമ്മൾ പരസ്പരം യുദ്ധം ചെയ്യുന്നതുകൊണ്ടാണ് ഇവരെ തോൽപ്പിക്കാൻ പറ്റാത്തത് എന്നൊക്കെ ആണ് അവർ പഠിച്ചു വെച്ചിരിക്കുന്നത്. മാത്രമല്ല ഇസ്രായേൽ നിരന്തരമായി അടി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് ഈ യുദ്ധം അങ്ങനെ നീണ്ടു പോകുന്നത് എന്നൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വേർഷം മാത്രം കേട്ട് വളരുന്നതിനെ സംബന്ധിച്ചിടത്തോളം അവനത് ശരിയാന്ന് വിചാരിക്കും. ഇപ്പം നമ്മളൊക്കെ വിചാരിച്ചു അപ്പോൾ മലയാള മനോരമ മാതൃഭൂമിയും വരെ കേരളത്തിൽ ഇങ്ങനെയല്ലേ കൊണ്ടിരുന്നത്. അപ്പം നമ്മളൊക്കെ ഇൻഡിപെൻഡൻ്റ് ആയി പല സോഴ്സുകൾ ഉപയോഗിച്ചിട്ട് പഠിച്ചപ്പോഴാണ് നമുക്ക് മനസ്സിലായി അങ്ങനെയല്ല. അത് ടെക്നോളജിയിലുള്ള അവരുടെ അവർക്കുള്ള അഡ്വാൻസ്മെൻ്റ് ഉണ്ട്. രണ്ട്, അവർക്ക് മണി മൈറ്റ് ഈ രണ്ടിലുള്ള അവരുടെ എന്താണ് പറയുക അപ്പർ ഹാൻഡ് ഉണ്ട്. ലോകരാജ്യങ്ങളെല്ലാം അവരുടെ സഹായമുണ്ട്. പിന്നെ ലോകത്തെ ഇന്ന് പല രാജ്യങ്ങളിലും ഭരണകൂടം അമേരിക്ക പോലും ആര് ഭരിക്കണം തീരുമാനിക്കുന്നത് ജൂതന്മാരാണ്. അതാണ് അവരുടെ ശക്തി. അത്രയും പവർഫുൾ ആണ് അവര്. അമേരിക്കയിൽ പോലും ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കണമെങ്കിൽ അത്രയും പവർഫുൾ ആണ്. അമേരിക്കയിൽ 1% സ്ഥാനാർത്ഥി പോലും റിപ്പബ്ലിക് ആയിക്കോട്ടെ ഡെമോക്രാറ്റ് ആണ്. പിന്നെ ഇസ്രായേലിനെ തള്ളി പറയില്ലല്ലോ. വി ആർ വിത്ത് അവർ ഫ്രണ്ട്സ്. ട്രംപ് അങ്ങനെയാണ് പറയുന്നത്. അങ്ങനെ അവർക്ക് പറയാൻ പറ്റുള്ളൂ, അവർക്ക് പറ്റില്ല. എന്നിട്ട് ട്രംപ് ഒന്നുകൂടെ കടത്തി പറഞ്ഞു കമലയെ വിശ്വസിക്കാൻ കൊള്ളില്ല, ഇസ്രായേലിനെതിരെ നിൽക്കും. ഡെമോക്രാറ്റുകൾ അത്ര പിന്നെ ലോയലല്ല, പക്ഷെ അവരെ വിട്ടുകളിയില്ല. ഇവരാരും തന്നെ അവരെ തള്ളിക്കളഞ്ഞില്ല. റിപ്പബ്ലിക്കൻസ് ആണ് ഓപ്പൺ സപ്പോർട്ട് ചെയ്യും. ഇവരാണെങ്കിൽ അതല്ല, കുറച്ച് നോക്കി കണ്ടൊക്കെ ചെയ്യുള്ളൂ. പക്ഷെ ചെയ്യും. ഇസ്രായേലിനെ വിട്ടൊരു കളിയില്ല, അവിടെ നിൽക്കാൻ പറ്റില്ല. ഇസ്രായേലിനെ തള്ളി പറഞ്ഞാൽ അമേരിക്കൻ പ്രസിഡന്റ് എന്ന് വധിക്കപ്പെട്ടെന്ന് ചോദിച്ചാൽ മതി. ഇത്രയും സ്ട്രോങ് ആണ് അവർ. അത് ഡീപ് സ്റ്റേറ്റിലെ പ്രധാനപ്പെട്ട ഭാഗം അവരാണ്. അവിടുത്തെ ഡീപ് സ്റ്റേറ്റ് ആണല്ലോ ലോകത്തെ ഭരിക്കുന്നത്. ഡീപ് സ്റ്റേറ്റ് എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കാറില്ല, ഞാൻ വാൾ സ്ട്രീറ്റ് എന്നാണ് അറിയാം. അവരാണ് ലോകത്തെ ഭരിക്കുന്നത്. ഈ വാൾ സ്ട്രീറ്റ് എന്ന് പറയുന്നത് ഇസ്രായേലിലെ ഈ ജൂത കച്ചവടക്കാരും മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് എന്നാണ് അമേരിക്ക പറയുക. എന്ന് വെച്ചാൽ അമേരിക്കയിലെ മിലിറ്ററിയിലെ പ്രധാനപ്പെട്ട ആളുകളും ഇൻഡസ്ട്രി തന്നെ മിലിറ്ററിയെ ഫിനാൻസ് ചെയ്യുന്നത് അവരാണ് ഭരിക്കുന്നത്. അവർക്ക് ആവശ്യ സമയത്ത് എന്തെങ്കിലും കാരണം കണ്ടെത്തി അവർ യുദ്ധം നടത്തും. ഞങ്ങൾക്ക് ഓരോ സ്ഥലത്തെയും ഞാൻ അമേരിക്കയുടെ CIAയുടെ കാര്യം ഞാൻ തോന്നുന്നത് ഇവിടുത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളിൽ അത് SDP ഉൾപ്പെടെ എന്ന് വേണമെങ്കിൽ പറയാം, ജില്ലാ തലത്തിൽ ഒരാൾ ശ്രദ്ധിക്കപ്പെട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ഇവരുടെ CIA അവരെ ശ്രദ്ധിക്കണം. ഇതിൻ്റെ ഒരു നിർണായക ഘട്ടത്തിൽ ഇവരെ സമീപിക്കുകയും ചെയ്യും. ഇവർ വീഴുന്നവരാണോ അല്ലെന്ന്. വീഴാത്തവരാണെങ്കിൽ അവർ ആ വഴിക്ക് വിട്ടേ, വീഴുന്നവരാണെങ്കിൽ പിന്നെ ആളെ തെളിപ്പിടിക്കും. വീഴുന്നവരെന്ത് ചെയ്യുന്നത് വെച്ചാൽ അവർ പ്രൊമോട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അവർ കൺട്രോൾ ചെയ്യുന്ന മാധ്യമങ്ങളുണ്ട്, ഇവിടെയുണ്ട്. അവർ കൺട്രോൾ ചെയ്യുന്ന ആളുകളുണ്ട്. എന്നിട്ട് അവരെ പ്രൊമോട്ട് ചെയ്ത് അവരെ മക്കൾക്ക് വിദേശത്ത് ജോലിയൊക്കെ കൊടുക്കും. എന്നിട്ട് അവരെ രാഷ്ട്രീയത്തെ അവർ വളർത്തിക്കൊണ്ടുവരും. അപ്പോൾ ഈ പല രാജ്യങ്ങളും ഇങ്ങനെ ഭരിക്കുന്നത് തന്നെ അവരുടെ ആളുകളാണ്, CIAയുടെ ആളുകളാണ്. ഞാൻ അറിയും. ഈ CIA എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു കോർ എന്ന് വെച്ചാൽ മൊസാദാണ്, ജൂതന്മാരാണ്. ഈ ലോകം ഭരിക്കുന്ന ചുരുക്കമാണ് ജൂതന്മാർ പറയുന്നത് വെറുതെ അല്ല, ആണ്. അത് സത്യമാണ്. കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നത് ഈ പറഞ്ഞ പല കാര്യങ്ങളും ശരിയാണ്. ഹിറ്റ്ലർ പറഞ്ഞ പല കാര്യവും ശരിയാണ്. ഹിറ്റ്ലറും കമ്മ്യൂണിസം കൂടിക്കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷെ അതിൽ നിന്നൊരു രക്ഷയില്ല, മനസ്സിലായില്ലേ? രക്ഷയില്ല. അവർ നമ്മളെ ജീവിക്കാൻ അനുവദിക്കുന്നുണ്ട്, മറ്റുള്ളവർ ജീവിക്കാൻ അനുവദിച്ചു കൊള്ളണമെന്നില്ല. അവർക്ക് ആവശ്യമുള്ള കാലത്തോളം അവർ നമ്മളെ ജീവിക്കാൻ അവർ അനുവദിക്കും. മറ്റുള്ളവരെ ചെയ്യണമെന്നല്ല, ഭ്രാന്തന്മാരായിരിക്കും. അതാണ് അതിൻ്റെ പ്രശ്നം. ഇപ്പോൾ ഇസ്ലാമിസ്റ്റ് രാജ്യം താലിബാനെക്കാട്ടും നല്ലത് എനിക്കൊന്ന് ഇസ്രായേലും മൊസാദും ഒക്കെ തന്നെയാണ്, അമേരിക്കയൊക്കെ തന്നെയാണ്. മാവോയിസ്റ്റുകളെക്കാട്ടും നല്ലത് CIA പിന്നെ അമേരിക്കയൊക്കെ തന്നെയാണ്. അതാണ് അതിൻ്റെ വ്യത്യാസം. മനുഷ്യൻ്റെ ബേസിക്കലി എന്ന് വെച്ചാൽ നമ്മൾ വലിയ വിപ്ലവമൊക്കെ പറയുമെങ്കിലും നമ്മൾ അധികാരം എത്തുമ്പോൾ പതുക്കെ നമ്മൾ ദുഷിക്കാൻ തുടങ്ങും.
പിന്നെ നമ്മൾ തനി മനുഷ്യൻ മൃഗമായിരുന്നു. മനുഷ്യൻ്റെ ഉള്ളിൽ ഒരു മൃഗം ഉണ്ടല്ലോ, ആ മൃഗമായി മാറും. അതുകൊണ്ട് നിങ്ങൾക്ക് കാണാം പല ആളുകളും വലിയ വിപ്ലവകാരികളായി തുടങ്ങിയ ആളുകൾ അവസാനം ജനങ്ങൾ തല്ലിക്കൊന്നാണ്. ഏറ്റവും ഗദ്ദാഫി. കാരണം അധികാരം നിങ്ങളെ വല്ലാതെ ദുഷിപ്പിക്കും. അതുകൊണ്ടാണ് ജീസസിനെ പോലുള്ള ആളുകളൊന്നും ആ ഏരിയയിൽ പോയിട്ടില്ല. സീസറിന് ദൈവത്തിന് കൃത്യമായി പറഞ്ഞതാണ്. ഇപ്പം മുഹമ്മദ് നബിയും ഇസ്ലാമും അധികാരം രുചിച്ചിട്ടുണ്ട്. ജൂതന്മാര് എബ്രഹാമും പിന്നെ ഗോത്രത്തലവനായിരുന്നു. ഇബ്രഹാം ആണെങ്കിലും ഇദ്ദേഹമാണെങ്കിലും മോസസ് ആണെങ്കിലും അധികാരത്തിന്റെ ഭാഗമായി നിന്നവരാണ്. ജീസസ് മാത്രമാണ് അങ്ങനെ അല്ലാത്തൊരാളുള്ളൂ. അധികാരം ദുഷ്പിച്ചു കളയും. അതിന്റെ പ്രശ്നം ഈ രണ്ടു മതങ്ങൾക്കുണ്ട്. അപ്പൊ ഇവിടെയും അത് അങ്ങനെ ചില പ്രശ്നങ്ങളും ഉണ്ട്. ക്രിസ്ത്യാനിറ്റിക്ക് ഈ പ്രശ്നം വന്നപ്പോൾ അറിയോ, റോമിന്റെ ഭാഗമായപ്പോ അപ്പൊ അത് അധികാരത്തിന്റെ ഭാഗമായി. അതുവരെ ക്രിസ്ത്യാനിറ്റിക്ക് ഈ പ്രശ്നം ഉണ്ടായിരുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.